ശബരിപാതകൾ ഇന്നു മുതൽ ശരണമുഖരിതമാകും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിച്ച് ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. മേൽശാന്തി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നട തുറക്കും. ദർശനത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് ദിവസം 70,000 പേർക്ക് വീതം. വൻ തിരക്കിനുള്ള സാധ്യത കണക്കിലെടുത്ത് സുരക്ഷയ്ക്ക് 3500 പോലീസുകാർ. തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പ്രതിരോധത്തിലായി BJP. മണ്ണുമാഫിയ സംഘവുമായി നേതാക്കൾക്ക് ബന്ധം എന്നതടക്കമുള്ള ആരോപണങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. ആരോപണം തള്ളി BJP. ആനന്ദിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നില്ലെന്നും BJP. ആനന്ദ് തമ്പിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്, സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരാൾ കൂടി കസ്റ്റഡിയിൽ. അറസ്റ്റിലായത് അൽ ഫലാഹ് സർവകലാശാലയിലെ മെഡിക്കൽ വിദ്യാർത്ഥി നിസാർ ആലം. സ്ഫോടനത്തെ തുടർന്ന് അടച്ചിട്ട ചെങ്കോട്ട പരിസരം ഇന്നു മുതൽ തുറക്കുമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ദേവരഥ സംഗമത്തിന്റെ പുണ്യം ഏറ്റുവാങ്ങാൻ കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികൾ. ഇന്ന് ദേവരഥ സംഗമം. രഥാരോഹണം രാവിലെ. സന്ധ്യയോടെ ദേവരഥങ്ങൾ മുഖാമുഖമെത്തും. കൊൽക്കത്ത ടെസ്റ്റിൽ ജയപ്രതീക്ഷയോടെ ഇന്ത്യ. രണ്ടാം ഇന്നിംഗ്സിൽ നേരിയ ലീഡുമായി ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗിന്. രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ദക്ഷിണാഫ്രിക്ക 7 വിക്കറ്റ് നഷ്ടത്തിൽ 93 റൺസ് എന്ന നിലയിൽ.